ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് പകരം നമ്മൾ വീട് വെക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു വലിയ റീസൺ എന്ന് പറയുന്നത്, പല റീസൺസും ഉണ്ടാവാം, അതൊരു വലിയ റീസൺ എന്ന് പറയുന്നത് നമുക്ക് യോജിച്ച രീതിയിൽ നമ്മുടെ വീട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമ്പോഴാണ് ആ വീട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുള്ളൂ. നിങ്ങൾ വേറെ ഏതോ ഒരു സ്റ്റാൻഡേർഡ് സാധനം ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതിലല്ല, നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് ആ വീട് നിങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ്, നിങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ്. വീടെന്ന സ്വപ്നത്തിൻ്റെ ടൈമാണ്, എപ്പിസോഡാണ്. നമ്മളൊരു എപ്പിസോഡിൽ ഇങ്ങനെ സ്ഥലം മേടിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ നിങ്ങൾ വരണം കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇതെങ്ങനെ വെക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഏരിയയും ഈ പ്രൊഡക്റ്റും ഒക്കെ നിങ്ങൾ വന്ന് കാണണം അല്ലേ. അത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ്ലി ഒരു പർപ്പസാണ്, പരസ്യമൊന്നുമല്ല കേട്ടോ, ഇത് ഓപ്പണായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനിയേ നിങ്ങളങ്ങോട്ട് തുടങ്ങപ്പാ. നിങ്ങളിപ്പോൾ കുറേ നാളായല്ലോ ഈ പരിപാടിയായിട്ട് നടക്കുന്നത്. നിങ്ങൾ കോൺട്രാക്ടറാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ വീട് വെച്ചിട്ടുണ്ട്. ഗീതാ മാഡത്തിൻ്റെ വീടൊക്കെ വെച്ച് നമ്മൾ കാണിച്ച് നിങ്ങളങ്ങോട്ട് തുടങ്ങും. ഞാൻ അങ്ങോട്ട് പെർമിഷൻ കാശ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് നമ്മളോട് മേടിക്കണം കേട്ടോ. അങ്ങോട്ട് തുടങ്ങിക്കോ ഇനി എന്തായാലും പോരെ. അങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ പറ്റില്ല. കോൺട്രാക്ടർ അതല്ല, ആർക്കിടെക്റ്റിനെ വേണം, അത് നമ്മളുടെ ടേസ്റ്റിനെ പറ്റി ആർക്കിടെക്ട് വേണം എന്നൊക്കെയാണ് പവൻ പറയണത്. ഇങ്ങേര് പറയണത് പോലെ ചെയ്യും വേണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പറ. അങ്ങനെയല്ലേ പറ. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലോ കൊടുത്തിരിക്കുന്നത്. അത്രയുള്ള കറക്റ്റ്. അത് ഞാൻ പൂർണ്ണമാക്കി. ഇത് നമ്മളെപ്പോഴും സാമ്പത്തികം എന്നും ബിസിനസ് എന്നും ഒന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിന്റെ അപ്പുറത്തും പല കാര്യങ്ങളുമുണ്ട്. ഇത്രയും കൊല്ലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇഷ്ടം പോലെ വീടുകൾ പണിതിട്ടുമുണ്ട്. പക്ഷെ അതല്ല, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളിൽ ആർക്കിടെക്ട് ചെയ്യുന്ന ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ സഫിനോട് പറഞ്ഞേ, ആ പുള്ളി ഇത് എവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരച്ചോളും, ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലായി. അത് പലപ്പോഴും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് കാണിക്കുക, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു സാധനം ഇതുപോലെ എനിക്ക് വേണമെന്ന് പറയുക, ഇതുപോലെ ഒരു ഇമേജ് വരണമെന്ന് പറയുക, എന്നിട്ട് ആ എഞ്ചിനീയറിനെ ഏൽപ്പിച്ചിട്ട് അയാളെ കൊണ്ട് വരപ്പിക്കുക. ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്, ചെയ്യാൻ പറ്റും. അതിൽ തെറ്റൊന്നുമില്ല, ചെയ്യാം. പക്ഷെ അതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം. അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് വേണമോ, ഒരു ഇതിനെക്കുറിച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ വെക്കാൻ നിങ്ങളുടെ ബഡ്ജറ്റ് അനുവദിക്കുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക. ആളുടെ സ്വപ്നമാണത്, ആളും ഇതേപോലെ സ്വപ്നം കാണും. ഇപ്പം അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് പകരം നമ്മൾ വീട് വെക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു വലിയ റീസൺ എന്ന് പറയുന്നത്, പല റീസൺസും ഉണ്ടാവാം, അതൊരു വലിയ റീസൺ എന്ന് പറയുന്നത് നമുക്ക് യോജിച്ച രീതിയിൽ നമ്മുടെ വീട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമ്പോഴാണ് ആ വീട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുള്ളൂ. അതെ. അപ്പോൾ നിങ്ങൾ വേറെ ഏതോ ഒരു സ്റ്റാൻഡേർഡ് സാധനം ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതിലല്ല, നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് ആ വീട് നിങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ്, നിങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ്. ഇബാദ് ആൻഡ് സഫ്ന എന്ന് പറയുന്ന ഒരു കപ്പിളിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നിങ്ങൾ ഈ വെക്കുന്ന ഒരു വീട്. നിങ്ങളുടെ ഭാവി, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നിങ്ങളുടെ ഭാവി എന്താകും എന്നുള്ളത് നിർണ്ണയിക്കുന്നതിൽ ഈ വീടിനൊരു നിർണായക പങ്കുണ്ട്. അപ്പൊ അത് ഒരിക്കലും നമ്മളൊരു ചെറിയ എലമെന്റ് പോലും അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു സാധനമാണ്. അതിന് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അത് വരയ്ക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ വ്യക്തി ഞാനല്ല, നിങ്ങളല്ല, നിങ്ങൾ ഞാൻ ആ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ, അതിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നതിൽ, ഒരു പരിധി വരെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് തീരുമാനിക്കുന്നതിൽ, നിങ്ങൾക്ക് ബഡ്ജറ്റിന് തീർത്ത് അല്ലെങ്കിൽ സമയത്തിന് ബേസ് ചെയ്ത് വർക്ക് തീർക്കുന്നതിലൊക്കെയാണ് എൻ്റെ കഴിവിരിക്കുന്നത്. ശരി, എനിക്ക് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യം അറിയാം. ഞാൻ നിങ്ങളുടെ ഒരു ഇപ്പം ഞാനും നിങ്ങളും തമ്മിലുള്ള ജേർണി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 വർഷത്തോളം. അതെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊരു എക്സ്പീരിയൻസ് പറയാനുള്ളത്, ഇതൊക്കെ ഒരു ലേണിംഗ് ആട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെയും അതുപോലെ തന്നെ സഫ്നേനെയും മനസ്സിലാക്കിയ ഒരാളാണ്. എൻ്റെ വീട്ടിലുമായിട്ട് നിങ്ങളൊരു കുടുംബാംഗം തന്നെയാണ്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ കൾച്ചർ എല്ലാം അറിയാവുന്നതുകൊണ്ട് പവൻ തന്നെ നമുക്ക് ജോർജ് സാർ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തി തന്നു. അതൊക്കെ തന്നു കാര്യമായിട്ടോ ഞങ്ങൾ ഈ പറയുന്നത്. പരിചയപ്പെടുത്തി തന്നു. ജോർജ് സാറ് നമ്മളുടെ
മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ നടക്കുന്ന പോലെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഇവിടെ കലഞ്ഞു, ഞങ്ങളെ പഠിച്ചു, സംസാരിച്ചു. ജോർജ് സാറും ഞങ്ങൾ തമ്മിൽ ഇരുന്നു, ഇരുന്നിട്ട് ജോർജ് സാറ് നമ്മളൊരാളായിട്ട് മാറി. എന്നിട്ട് നമ്മളുടെ ഒരു ഇഷ്ടോകാനുഷ്ഠാനങ്ങളൊക്കെ ചോദിച്ചു. ഈ ചുറ്റിനുമുള്ള സ്ഥലങ്ങളിൽ പുള്ളി പോയി. എന്നിട്ട് ജോർജ് സാർ ഇത് വരച്ചിട്ടിരിക്കുക. നമുക്ക് ജോർജ് സാറിന് ഒരു എപ്പിസോഡിൽ കൊണ്ടുവരാം. അടുത്ത എപ്പിസോഡിൽ ജോർജ് സാറിനെ പോയിട്ടെ ജോർജ് സാർ എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒരു ആർക്കിടെക്റ്റും ഒരു ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ. പലപ്പോഴും ഇത് ബഡ്ജറ്റ് കുറഞ്ഞവർക്കൊന്നുള്ളതല്ല, നല്ല ബഡ്ജറ്റുള്ള ആൾക്കാർ പോലും പലപ്പോഴും ഒരു എഞ്ചിനീയറിൻ്റെ അപ്രോച്ച് ചെയ്തിട്ട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് വെക്കണം, നിങ്ങളൊരു പ്ലാൻ കാണിക്കുക എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇപ്പം അടുത്ത ചോദ്യം എത്ര ബെഡ്റൂം വേണം, എത്ര നില വേണം, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ബേസിക് അവരുടെ ഐഡിയ എന്ന് പറയുന്ന ഒരു 3-4 സാധനങ്ങൾ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു സാധനം ചെയ്യുന്ന. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ അത്യാവശ്യം ഞാൻ എന്തോരം പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എനിക്കൊരു വരയ്ക്കാനുള്ള ഒരു പയ്യനെ എടുത്തു വെച്ച് വരപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാഫ് സ്ട്രെങ്തും ഉണ്ട് എനിക്കറിയാം. അപ്പോൾ അത് വരപ്പിക്കാൻ പറ്റാണ്ടല്ല, നമ്മൾ ആ പ്രൊഫഷനെ കാണുന്ന ഒരു റെസ്പെക്റ്റോട് കൂടിയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ വളരെ റീസെൻ്റ്ലി പോലും ഒരു ഡോക്ടർ കപ്പിൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഓൾറെഡി എന്നെ പോലെ വേറൊരാളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു പടം വരച്ചു. ഈ പടം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. പടം എങ്ങനെയുണ്ട്. അപ്പം ഞാൻ അവർ പറഞ്ഞ ഇത് നിങ്ങൾക്ക് വേണ്ടി ആരോ എന്തോ തട്ടിക്കൂട്ടി വരച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യാനും കുഴപ്പമില്ല. പക്ഷെ ഇതാണോ നിങ്ങൾക്ക് വേണ്ട സാധനം ഇതാണോ എന്നുള്ളത് പോലും ആയിട്ടില്ല. ഇബാദ് പറഞ്ഞ പോലെ ഞാൻ ജോർജ് സാറിനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുണ്ടായ റീസൺ എനിക്ക് അറിയാവുന്ന ഒരാൾ ജോർജ് സാർ ആയതുകൊണ്ടല്ല. അതല്ല ഞങ്ങളറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളെ അറിയാവുന്നതുകൊണ്ടാണ്. ജോർജ് സാറിനെ അറിയാവുന്നതുകൊണ്ട്, ജോർജ് സാറിനെ അടുത്തറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെയല്ല, എനിക്ക് ശരിക്കും നിങ്ങളെ അറിയാം, അദ്ദേഹത്തിനെ അറിയാം. നമ്മൾ ചെയ്യുന്ന കുറച്ച് പ്രോജക്ട്സ് ജോർജ് സാർ ഡിസൈൻ ചെയ്ത പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ അത് ജോർജ് സാറിന് മാത്രമല്ല, നമുക്ക് എന്തോരം ആർക്കിടെക്ട്സുമായിട്ടും ബന്ധമുണ്ട്. നമ്മൾ എന്തോരം പ്രോജക്ട്സ് എന്തോരം ആർക്കിടെക്ട്സ് ചെയ്യുന്നു. നിങ്ങൾക്ക് പകരം വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ വേറൊരു ആർക്കിടെക്റ്റിനെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ സുഹൃത്ത് അനന്തുണ്ട്, ഇവരെയൊക്കെ. പക്ഷേ ഓരോരുത്തർക്കും കറക്റ്റായിട്ട് ഓരോരുത്തർ സീറ്റിംഗ് ആവും എന്നുള്ളത് നമുക്ക് ഈ എക്സ്പീരിയൻസ് കൊണ്ട് കുറേ മനസ്സിലാവും. ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ആർക്കിടെക്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതല്ല. ആ പ്ലാൻ വരയ്ക്കൽ നിങ്ങൾക്കൊരു ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും കിട്ടും. പക്ഷേ അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് എക്കാലത്തേക്കുമായിട്ട് മാറപ്പെടുകയാണ് അല്ലേ. ആ മാറ്റം വരുത്തുന്നതിൽ അവർക്കൊരു ഭയങ്കരമായ റോളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റം വരുന്നത്. നിങ്ങളെ പഠിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് മാറുന്നത് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ തക്ക എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു സിൻസിയറിറ്റി ഈ ഒരു തൊഴിലിനോടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഫീൽ ചെയ്തൊരു വേറെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജോർജ് സാറോട് നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 മന്തോളമായി അല്ലേ. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തിന് എത്രയോ നാൾ മുമ്പാണ്. പക്ഷേ ഒരിക്കലും ഒരു ആസ് എ ക്ലയൻ്റാണ് ഞാൻ അല്ലേ. ഞാൻ ക്ലയൻ്റാണ്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ സംസാരിക്കുന്നത്. ക്ലയൻറ്റ് ആർക്കിടെക്റ്റിനെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് അവരുടേതായ ടൈമും സ്പേസും കൊടുത്ത് ഒരു സ്നേഹത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് വേറൊരു ബ്യൂട്ടിയും ബ്ലെസ്സിങ്ങും ഉണ്ട്. രണ്ടാമത്തെ കേസ് കാര്യം വെച്ചാൽ ഇത് അയാൾ ഇഷ്ടത്തോടു കൂടി വരക്കണം, അയാൾ പ്രഷർ ചെയ്ത് വരക്കരുത്. യോജിക്കുന്നുണ്ട് വിയോജിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചോ, എനിക്ക് കുഴപ്പമില്ല. യോജിക്കുന്നുണ്ട്. നിങ്ങളുടെ കേസിൽ കറക്റ്റാണ്. നമ്മൾ പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്, അവർക്ക് തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അത് സമയം കൊടുത്തിട്ട് ആർക്കിടെക്ട് സമയത്ത് തരാതിരിക്കുക, അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് അവർ പറഞ്ഞ ബഡ്ജറ്റിൽ നിർത്താണ്ടിരിക്കുക, ഇങ്ങനെ ഇതെല്ലാം പല മിസ്മാച്ചുകളുടെ മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓഡിയൻസിന് എപ്പിസോഡ് എന്താ കൊടുക്കണം? ഓഡിയൻസിന് കൊടുക്കാനുള്ള ഒരു സംഭവം, ഒന്ന്, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു ആർക്കിടെക്റ്റിനെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു കറക്റ്റ് ആളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അത് മെയിൻ ബിസിനസ്സായിട്ട് നടത്താത്ത ഒരാളെ നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പടം വരയ്ക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിക്കരുത്. കാരണം ഇതിന് കൊടുക്കേണ്ട ഒരു സീരിയസ്നെസ് ഉണ്ട്. ഏറ്റവും മെയിൻ സാധനമാണിത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ അതിനെ കൊടുക്കേണ്ട സീരിയസ്നെസ്സോടുകൂടിയും ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ഒരു സംഭവമാണ്. അത് നമ്മൾ അതിനെ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി കണ്ട് അത് ചെയ്യണം.
അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. ഇനി ആള് പ്രൊഫഷണലി ക്വാളിഫൈഡ് BArch എടുത്ത ആളെന്നൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷെ അനേകം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു ആർക്കിടെക്ട്, പ്രൊഫഷണൽ ഒരു വ്യക്തിനെ ഏൽപ്പിക്കണം, നിർബന്ധമായിട്ടും ഏൽപ്പിക്കണം. അതല്ലാണ്ട് നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞ പോലെ പവൻ നിങ്ങൾക്ക് നമ്മളെ നല്ലപോലെ അറിയാലോ, നിങ്ങൾ വരച്ചങ്ങ് വീട് വെച്ചോ എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് പറ്റില്ല, അത് ചെയ്യരുത്. കറക്റ്റ്. അപ്പം നമുക്കൊരു പണി ചെയ്യാം, ജോർജ് സാറിൻ്റെ അടുത്ത എപ്പിസോഡിൽ പോകും. സാറിനൊന്ന് ഉൾപ്പെടുത്തിയിട്ട് സാറിൽ നിന്ന് എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാർ എന്താണ് വരച്ച് വെച്ചേക്കണമെന്ന് നമ്മുടെ ആളുകളൊക്കെ ഒന്ന് കാണിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ വരണോട്ടെ, എൻ്റെ വീട്ടിൽ വരണം. ബിക്കോസ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വളരുന്നത് ഒരു ഓഡിയൻസിൻ്റെ ഒരു അംഗീകാരം കൊണ്ടിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വളരെയധികം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. കാരണം നിങ്ങൾ വരണം, നിങ്ങളല്ല നമ്മളാണ്, അങ്ങനെ പോകാനത്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.